ഹായ് പീപ്പിൾ, ഞാൻ ദി ഇൻസൈഡ് വെഡിക്ട്. പ്രിൻസ് ആൻഡ് ദി ഫാമിലി കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ ബിൻഡോ സ്റ്റീഫൻ, റിട്ടൺ ബൈ ഷാരിസ് മുഹമ്മദ്. തികച്ചും നമ്മുടെ നിലവിലെ കാലഘട്ടത്തെ സോഷ്യൽ മീഡിയ ലൈഫ് എന്താണെന്ന് വളരെ ഹാസ്യരൂപേണയും അതിലുപരി നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് ദിലീപ് ചിത്രമായിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടിരിക്കുന്നത്. ദിലീപിന്റെ കരിയറിൽ തന്നെ 150ാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി. സിനിമയുടെ തുടക്കം തന്നെ നമ്മളെ കാണുന്ന പ്രേക്ഷകരെ ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് അവർക്ക് കുറച്ച് ഗ്ലിംസുകളിലൂടെ സാധിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലം മുതലേ നമ്മൾ കണ്ട് പൊട്ടി ചിരിച്ചു വളർന്ന കുറച്ച് ദിലീപ് സിനിമകളുണ്ട്. തനിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കുറെ കഥാപാത്രങ്ങളെ കുറെ ഫ്രെയിംസ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. ആ ഫ്രെയിംസും കാര്യങ്ങളും അതേപോലെ അതിലെ കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്ന് പ്രാർത്ഥിച്ചു പോകും, ഈ സിനിമയെങ്കിലും ഒന്ന് വർക്ക് ആവണേ എന്നുള്ളത്. കാരണം പുള്ളിയുടെ തകർച്ച നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അതൊരു വ്യക്തി എന്ന നിലയിലല്ല, ഒരു നടൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും പുള്ളിക്കൊരു കംബാക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ഈ ഒരു സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതൊരു കംപ്ലീറ്റ് ദിലീപ് പാക്കേജ് തന്നെയാണ്. കാരണം ഫാമിലി ഓറിയന്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര കുറെ ചിരിപ്പിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. പുള്ളിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന മറ്റേ ഐ ലവ് യു, ഐ ലവ് അർത്ത് അങ്ങനെയൊക്കെയുള്ള ചളി കോമഡികളല്ല, പുള്ളിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറെ എക്സ്പ്രഷൻസ് ഉണ്ട്, കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പുള്ളി പറഞ്ഞ് നമ്മളത് ചിരിച്ചു പോകും. അപ്പം അതെല്ലാം സിനിമ തിയേറ്ററിൽ എനിക്ക് മാത്രമല്ല, ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓഡിയൻസിന് എല്ലാവർക്കും അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പണ്ട് ദിലീപിന് എപ്പോഴും കുറച്ച് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ബലിപ്പിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ സിനിമയിൽ പുള്ളിക്കുണ്ട്. പുള്ളിയുടെ കൂടെ അഭിനയിച്ചിരിക്കുന്ന എല്ലാ കോ ആക്ടേഴ്സും ആ രീതിക്ക് സാധനം പിടിച്ചതുകൊണ്ടാണ് ഈ സിനിമ എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ വളരെ നല്ല ഒരു കോമഡി ചിത്രമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സബ്ജക്റ്റ് മാറുകയാണ്. അപ്പൊ ആദ്യം എനിക്ക് ഒന്ന് പണി പാളിയോ, മിക്കവാറും ഇതും അവസ്ഥയാവുമെന്ന് തോന്നിയെങ്കിലും പക്ഷെ ഇല്ല, അത് പിന്നീട് ആലോചിച്ചപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു വളരെ നല്ലൊരു സോഷ്യൽ മെസ്സേജ് കാണിച്ചു പോകുന്നുണ്ട് സിനിമയിൽ. അതേപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിലെ നായക കഥാപാത്രം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. പുള്ളിക്കാരി ക്ഷമിക്കണം, എനിക്ക് പേരറിയില്ല. ഞാൻ IMDb-യിലൊക്കെ കാസ്റ്റ് ലിസ്റ്റിലൊക്കെ നോക്കി കണ്ടില്ല. വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ മേ ബി ചിലർക്ക് ഇതൊരു വെറുപ്പേര് ക്യാരക്ടറായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, വെറുപ്പീരെന്ന് പറയുന്നത് 2 തരമാണ്. ഒന്ന്, വളരെ നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ട് അത് നല്ല വെടിപ്പായിട്ട് വെറുപ്പിച്ചു വെക്കുന്നത്. 2, ഈ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നത് തന്നെ നമ്മളെ വെറുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ കുട്ടിയോട് ഒരു അരോചകം തോന്നുക എന്നുള്ളതാണ് ആ കഥാപാത്രം. അത് വളരെ നല്ല രീതിയിൽ നമ്മളെ അത് നമുക്ക് അങ്ങനെ ആ കുട്ടിയോട് ഒരു വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ആക്ടിങ് കഴിവ് തന്നെയാണ്. അപ്പോൾ അതാണ് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത്. നമുക്ക് പോലും ഇത്തരം ഒരു പാർട്ട്ണറെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ആ കുട്ടിയുടെ ഒരു ആക്ടിങ് മികവ് തന്നെയാണ്. ആ കഥാപാത്രം എന്താണോ അത് വളരെ വ്യക്തമായിട്ട് അതിന് കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇമോഷണൽ സീൻസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ പിന്നെ സിദ്ദിഖിന്റെയും ബിന്ദു പണിക്കറിന്റെയും ദിലീപിന്റെയൊക്കെ റേഞ്ച് എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയാവുന്നുള്ളൂ. പിന്നെ എനിക്ക് ഇതിൽ കുറച്ച് ഇതായിട്ട് തോന്നിയത് ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു മിസ്കാസ്റ്റ് ആയിട്ട് തോന്നി. എന്തിനാണ് പുള്ളിയെ കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്ക് സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല. പുള്ളി ഭയങ്കര ശ്വാസം മുട്ടലാണ്. ഈവൻ മറ്റേ നിവിൻ പോളിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിൽ പുള്ളിയും ധ്യാൻ ശ്രീനിവാസനുമായിട്ടായിരുന്നുള്ള ഒരു കോംബോ. അതിൽ പോലും അതിലെന്താണോ എനിക്ക് ഫീൽ ചെയ്ത് അത് ആ സെയിം രീതിയാണ് ധ്യാൻ ശ്രീനിവാസൻ എനിക്ക് ഈ സിനിമയിൽ നിന്ന് ഫീൽ ചെയ്ത്. കോമഡി വരുത്താൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക, ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ഒരു ശ്വാസം മുട്ടുന്ന രീതിയിലാണ് പുള്ളി ചെയ്യുന്നത്. നമുക്കും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശ്വാസം മുട്ടും. അത് കോമഡി വരുത്താൻ പുള്ളി അങ്ങ് ഭയങ്കരമായിട്ടല്ല ഓവർ ആക്ട് ചെയ്യല്ലേ, ഭയങ്കരമായിട്ട് ഓവർ ആക്ട് ചെയ്ത് ചളവാക്കുന്നത്. അതാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. പുള്ളിക്കൊന്നും പറ്റുന്നില്ല. പുള്ളിക്ക് ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് ഈ സിനിമ. നല്ലൊരു ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ കുറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു ദിലീപിന്റെ നല്ലൊരു ചിത്രം, പ്രിൻസ് ആൻഡ് ദി ഫാമിലി.